എന്നാണ് ജനങ്ങൾ പറയുന്നത്. യേശുവിനെക്കുറിച്ച് ഓരോരുത്തർക്കുമുള്ള കാഴ്ചപ്പാടും തുടർന്നുള്ള പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവുമാണ് ഇന്നത്തെ സുവിശേഷം. ആദ്യം ജനങ്ങൾ എന്തു പറയുന്നു, പിന്നെ തൻ്റെ ശിഷ്യന്മാർ എന്തു പറയുന്നു. അതിന് പത്രോസാണ് ശരി ഉത്തരം പറയുന്നത്. ഇനി ആ ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നത്. എനിക്ക് യേശു ആരാണ്? വെറും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടതല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ആരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ശിഷ്യന്മാരോട് എല്ലാവരോടുമായിട്ടാണ് ചോദിച്ചതെങ്കിലും പത്രോസാണ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞത്. അങ്ങനെ പറയാൻ മാത്രം ഒരു ആത്മബന്ധം പത്രോസിന് യേശുവിനോട് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാറ്റ് താടി ഉലയുന്ന ആ വള്ളത്തിൽ നിന്നും ധൈര്യം സംഭരിച്ച് കർത്താവിനടുത്തേക്ക് നടന്നവനാണ്. വീണുപോയെങ്കിലും ആദ്യം അവൻ വിളിച്ചപേക്ഷിച്ചതും ആ കർത്താവിനോട് തന്നെയാണ്. അതുകൊണ്ടൊക്കെയാവാം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഈശോ പത്രോസിനെ ഏൽപ്പിച്ചത്. ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കണം. അതിനായി നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക ഇടപെടലുകളെ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയവും മനസ്സും തുറന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.